ഓരോ വർഷവും ഈ വാലന്റൈൻസ് ഡേ വരുന്ന സമയത്തൊക്കെ സിംഗിൾസിൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള കോംപ്ലക്സുകൾ ഉണ്ടാവും. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും ആക്റ്റീവായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലത്ത് ആ കോംപ്ലക്സ് കൂടാനുള്ള ഒരുപാട് സാഹചര്യം ഒരുങ്ങുന്നുണ്ട്. കാരണം നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആൾക്കാരൊക്കെ അവരുടെ ലൈഫിൽ പാർട്ട്ണറെയും കൊണ്ട് വീട്ടിലേക്ക് കയറി വരുന്നത്, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, സോഷ്യൽ മീഡിയയിൽ സ്റ്റാറ്റസ് ഇടുന്നത്, ഇതൊക്കെ കാണുന്ന പ്രത്യേകിച്ച് 20s അല്ലെങ്കിൽ 20s എൻഡിലൊക്കെ ജീവിക്കുന്ന ആൾക്കാർ, കല്യാണം ആയിട്ടില്ല, ജോലി ആയിട്ടില്ല, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഈ വാലന്റൈൻസ് ഡേ വരുന്ന സമയത്ത് അവരുടെ മനസ്സിൽ എന്തൊക്കെ കോംപ്ലക്സുകളാണുള്ളത് അത് കുറച്ചും കൂടെ എസ്കലേറ്റഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അത്തരക്കാർക്ക് AI സഹായത്തിനുണ്ട് എന്നുള്ളൊരു കാര്യം പറയാനാണ് ഞാൻ ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത്. ഇത് ഞാൻ അങ്ങനെ തമാശ രൂപത്തിൽ പറഞ്ഞ കേട്ടോ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റഷ്യക്കാരനായിട്ടുള്ള അലക്സാണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചങ്ങാതി, 23 വയസ്സുകാരനാണ്. അദ്ദേഹം പറയുന്നത് 5000-ലധികം ആളുകളുമായിട്ട് സംവദിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് പാർട്ട്ണറെ അദ്ദേഹത്തിന് കണ്ടെത്തി കൊടുത്തത് ChatGPT ആണെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ട്വിറ്റർ വഴി ഒരു വാർത്ത പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് വായിക്കാനിടയായതാണ് ഞാൻ ഈ വീഡിയോ പങ്കുവെക്കാനുള്ള കാരണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പുള്ളിയുടെ ഒരു ലൈഫ് ഹിസ്റ്ററി, പുള്ളി എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത്, എന്തൊക്കെയാണ് പുള്ളി ഇതിനു വേണ്ടി ചെയ്തത്, ഇതിനെ എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, അത്തരം കാര്യങ്ങളാണ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പുള്ളിയുടെ ഒരു ഹിസ്റ്ററി നോക്കാം. 2021 അദ്ദേഹം 2 വർഷമായിട്ട് ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗേൾ ഫ്രണ്ട് അദ്ദേഹവുമായിട്ട് പിരിഞ്ഞു പോയി. അപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ഭയങ്കര ഡിപ്രഷനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായി. പക്ഷേ അദ്ദേഹം നന്നായിട്ട് പഠിക്കുകയും ജോലിയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല തിരക്കുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം കുറച്ച് ആൾക്കാരുമായിട്ട് ടിൻഡറിലും മറ്റുമൊക്കെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുണ്ടെങ്കിലും പ്രോപ്പറായിട്ടൊരു കണക്ഷനും മറ്റു കാര്യങ്ങളൊന്നും കിട്ടിയില്ല. മാത്രമല്ല പുള്ളിക്ക് അത് ഭയങ്കര ടൈം വേസ്റ്റ് ആയിട്ട് തോന്നി. പ്രത്യേകിച്ച് ജോലിയിലും മറ്റൊക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അങ്ങനെ തോന്നിയേക്കാം. അപ്പോൾ അദ്ദേഹം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2022 GPT-3 എന്ന് പറഞ്ഞിട്ടുള്ള ChatGPT-യുടെ ഒക്കെ മുൻപ് വന്നിട്ടുള്ളതാണ്. അന്ന് ChatGPT ഇല്ലല്ലോ. അപ്പോൾ GPT-3 API ഉപയോഗിച്ച് അത് ടിൻഡറിലേക്ക് കണക്ട് ചെയ്തിട്ട് അദ്ദേഹം അതിന് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു. ആദ്യം കൊടുത്ത ഇൻസ്ട്രക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മിനിമം 2 ഫോട്ടോയെങ്കിലുള്ള പ്രൊഫൈലുകൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ മാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് അദ്ദേഹം ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കൊടുത്തു: ഞാനൊരു ഗൈ ആണ്, അത് ആണാണെന്നുള്ള രീതിയിൽ. രണ്ടാമത്തേത്, ഒരു പെൺകുട്ടിയോട് ആദ്യമായിട്ട് സംസാരിക്കുന്ന രീതിയിൽ വേണം. മാത്രമല്ല നിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ഇമ്മീഡിയറ്റ്ലി പക്ഷേ ഇൻവൈറ്റ് ഹെർ ഓൺ എ ഡേറ്റ് എന്നുള്ളതാണ്. അപ്പോൾ തുടങ്ങി നേരെ ഒറ്റയടിക്ക് ഡേറ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്യരുത്, ഒരു കോൺവെർസേഷൻ ബിൽഡ് ചെയ്തിട്ട് അത് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. ഏകദേശം 50 തവണ ഓട്ടോമാറ്റിക് സ്വൈപ്പ് ചെയ്തപ്പോൾ 18 മാച്ച് കിട്ടിയെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. GPT-3ക്ക് അന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ടായിരുന്നു. അതായത് അത് കോൺവെർസേഷൻ ഒന്നും റീറ്റെയിൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് അദ്ദേഹത്തിന് ഒക്കെ ഒരു മനസ്സിൽ കുളിർമഴയായിട്ടോ അങ്ങനെയൊക്കെ ChatGPT 2022 നവംബർ മാസത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെ പുറത്തു വരുന്നപ്പോൾ മൂപ്പരുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കോൺവെർസേഷൻ റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല കുറച്ചും കൂടെ കസ്റ്റം ടൂൾസും മറ്റുമൊക്കെ വന്നു. ഈ കസ്റ്റം ടൂൾസ് വന്നപ്പോൾ പുള്ളി ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ChatGPT മൂപ്പരെ പോലെ തന്നെ സംസാരിക്കണമല്ലോ, റോബോട്ടിക് ആയിട്ട് തോന്നരുത്. അപ്പോൾ പുള്ളിയുടെ ഇതുവരെയൊക്കെയുള്ള ചാറ്റ് ഹിസ്റ്ററിയും മറ്റുള്ള കാര്യങ്ങൾ, പുള്ളിയുടെ ഒരു ഡയലോഗ് സ്റ്റൈലും മറ്റു കാര്യങ്ങളൊക്കെ ChatGPTക്ക് കൊടുത്തു. ബേസിക്കലി ട്രെയിനിങ് ഡാറ്റ എന്ന് പറയും. ഈ ട്രെയിനിങ് ഡാറ്റ കൊടുത്തിട്ട് ChatGPT അദ്ദേഹം ഫൈൻ ട്യൂൺ ചെയ്തു. ഫൈൻ ട്യൂൺ എന്ന് പറഞ്ഞാൽ ChatGPT ഒക്കെ ഒരു ജനറൽ പർപ്പസ് ആണ്. അതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഡാറ്റ കൊടുത്തിട്ട് അതിന് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റം നമ്മുടെ റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് ഫൈൻ ട്യൂൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തിട്ട് മൂപ്പരുടെ രീതിയിൽ തന്നെ ChatGPTയെ സംസാരിക്കാൻ പഠിപ്പിച്ചു എന്നുള്ളതാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ ചെയ്തു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അനവസരത്തിൽ കയറി പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ കൂടി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രോംപ്റ്റ് കൊടുത്തു. അതായത് ഫൈൻഡ് ദ ബെസ്റ്റ് വൺ, കീപ്പ് ഇൻ ടച്ച് എന്നുള്ളതാണ്. സൂൺ ഉണ്ടായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ChatGPT മൂപ്പരുടെ ബിഹാഫിൽ 5239 പെൺകുട്ടികളുമായിട്ട് കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതും, അതിന്ന് പുള്ളിയുടെ ഇപ്പോഴത്തെ ലൈഫ് പാർട്ട്ണറെ കരീന എന്ന് പറയുന്ന ലേഡിയെ ChatGPT ഐഡൻറ്റിഫൈ ചെയ്ത് കൊടുത്തു എന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ നമുക്ക് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഈ സത്യാവസ്ഥ ആ ലേഡിയോട് തുറന്നു പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ്. പുള്ളി അതന്നെ പറയുന്നുണ്ട്. പുള്ളി തുറന്നു പറഞ്ഞു, പക്ഷേ പുള്ളിക്കാരി വിട്ടുപോയിട്ടില്ലേ, കൂടെ തന്നെ ഉണ്ട് എന്നുള്ള രീതിയിൽ വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ള വാർത്തയാണ് പങ്കുവച്ചത്. സിംഗിൾസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, AI ഉപയോഗിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ. പക്ഷേ ഇതിന് നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് ലൈഫിലെ മറ്റ് സാഹചര്യങ്ങളിലേക്ക് വരാം. ഇപ്പം നമ്മുടെ ബയോ റീറൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ AI ഉപയോഗിച്ചിട്ട് ചെയ്യാം. ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ബയോ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് സാമ്പിൾസ് കൊടുത്തിട്ട് ഇതുപോലെ എൻ്റെ ബയോ എഴുതി തരാൻ പറയാം. നല്ല കോൺവെർസേഷൻ സ്റ്റാർട്ടേഴ്സ് എന്തായിരിക്കും, അല്ലെങ്കിൽ പിക്കപ്പ് ലൈൻസ് എന്തായിരിക്കും എന്നുള്ള രീതിയിലൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഒരു കോൺവെർസേഷൻ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നല്ല ഡയലോഗുകൾ, അത് നമ്മുടെ ലാംഗ്വേജുമായിട്ട് മാച്ച് ചെയ്യുന്ന, നമ്മൾ പറഞ്ഞിരിക്കാൻ സാധ്യതയുള്ളത്. ChatGPT ഒക്കെ
അമച്വറായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ ഒരു പേഴ്സണൽ അനുഭവത്തിലേക്ക് കണക്ട് ചെയ്യാം. ചാറ്റ് ജി പി ടിയും മറ്റൊക്കെ ഒരു പ്രൊഫഷണലായിട്ട് ഉപയോഗിക്കുന്നതിന് വേണ്ടുന്ന ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ആൾക്കാരൊക്കെ തമാശ രൂപത്തിൽ ചാറ്റ് ജി പി ടി ഉപയോഗിക്കാൻ ഒരു കോഴ്സിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്, ആരും കയറി അങ്ങ് ചാറ്റ് ചെയ്താൽ പോലെ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ചാറ്റ് ജി പി ടിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ബയാസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചോദ്യം കൊടുത്തു കഴിഞ്ഞാലും നമ്മൾ ചോദിക്കുന്ന ചോദ്യം പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ടി കവിത എഴുതുന്ന പോലെ ഒരുപാട് കണ്ടൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ തരും. പക്ഷേ അതിനെ ഈ ഫൈൻ ട്യൂണിങ് എന്നുള്ള റിക്വയർമെൻറ്റ് ഉണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിലേക്ക് ഇതിനെ ഫൈൻ ട്യൂൺ ചെയ്യുക, അതിലാണ് ശരിക്കും ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു സാധ്യത കിടക്കുന്നത്. കാരണം എല്ലാവരുടെ കയ്യിലും ചാറ്റ് ജി പി ടിയുടെ ആക്സസ് ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഒരേ ഉത്തരമല്ല കിട്ടുക. കുറേ എക്സ്പീരിയൻസിലൂടെ നേടിയെടുക്കാൻ പറ്റും. അതായത് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ട് നമുക്ക് കുറേ കാലം കഴിയുന്ന സമയത്ത് ഇതല്ല ബെസ്റ്റ് കേസ് സിനാരിയോകൾ എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ അപ്പോഴും ഈ ചാറ്റ് ജി പി ടി ദിനംപ്രതി പുതിയ അപ്ഡേറ്റുകളും മറ്റൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരുപാട് സമയമൊന്നും ചിലവഴിക്കാനില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഈ ലേണിംഗ് കർവ് താണ്ടാനുള്ള അത്രമാത്രം ടെക്നിക്കൽ നോഹോ ഇല്ലാത്ത ആൾക്കാർക്ക്, അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിങ്ങിൻ്റെ പ്രോഗ്രാം എല്ലാം ഓഫർ ചെയ്യുന്നത്. ഇത്തരം ടൂളുകളെ നമുക്ക് നമ്മുടെ എല്ലാ മേഖലയിലും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ചാറ്റ് ജി പി ടി ടിൻഡറിൽ ഉപയോഗിച്ച കഥയാണ് നമ്മളിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അതുപോലെ തന്നെ ഇതിനെ നമ്മൾ ഇപ്പോൾ ഈ പ്രൊഫൈൽ നന്നാക്കുന്നതും കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതും പിക്കപ്പ് ലൈൻ്റെ കാര്യവും അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളും ഇതൊക്കെ ഫൈൻ ട്യൂൺ ചെയ്യുന്നതും ഇതിനെ ഏറ്റവും ബെസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ലൈനുകളിലേക്ക് മാറ്റുന്നതും, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അത്ര സിമ്പിൾ കാര്യമല്ല. അതായത് ആർക്കും കയറിയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇതിനൊക്കെ ഒരു ട്രെയിനിങ്ങും അല്ലെങ്കിൽ ഇതിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പീരിയൻസ് നേടുന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ ടിൻഡർ പറഞ്ഞാൽ തുടങ്ങിയെന്നുണ്ടെങ്കിലും ലിങ്ക്ഡിനിൽ പ്രോപ്പറായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ഗ്രോത്തിൽ ഇത് നന്നായിട്ട് സഹായിക്കും. ഇത്രയും കാലം സിംഗിളായത് നിങ്ങളുടെ ചോയ്സ് ആയിരുന്നില്ലെങ്കിൽ ഇനിയുള്ള കാലവും നിങ്ങൾ സിംഗിളായിട്ടാണ് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ടെക്നോളജി നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ അറിയാത്തതിൻ്റെ മാത്രം പ്രശ്നമായിരിക്കും.